Hello students, welcome back to Plus 2 Economics Online Classroom. എല്ലാവരും വീടുകളിൽ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രീവിയസ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? യെസ്, we were discussed about consumers equilibrium. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ കണ്ടീഷൻസ്, നിബന്ധനകൾ പഠിച്ചു. ഫൈനലി ഗ്രാഫിക്കലി അത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ചാപ്റ്ററിലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ഡിമാൻഡ് അനാലിസിസ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് ഡിമാൻഡ്, എന്താണ് ചോദനം. ആദ്യം തന്നെ എനിക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഇംഗ്ലീഷ് ടേംസ് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം എക്സാമിന് ചിലപ്പോൾ ഇംഗ്ലീഷ് ടേമിൻ്റെ യഥാർത്ഥ മലയാളം രൂപം വരണം എന്നില്ല. ചില സമയങ്ങളിൽ ഇംഗ്ലീഷ് ടേംസ് മലയാളീകരിച്ച് വരാറുണ്ട്. അപ്പോൾ മനസ്സിലാകാത്ത പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഇംഗ്ലീഷ് ടേംസ് കൂടെ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഡിമാൻഡ്, ചോദനം, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നതും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടേമാണ് ഡിമാൻഡ്. ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്, ഈ സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്. ഈ COVID-19 സിറ്റുവേഷനിൽ ചില പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വളരെ കൂടിയിട്ടുണ്ട്, ചില പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വളരെ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് ഒട്ടുമില്ല എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ പറയാറുണ്ട്, അല്ലേ? We know that a human being have plenty of wants. ഒരു മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അല്ലേ? അതായത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഇന്നുള്ള ഒരു ആഗ്രഹമായിരിക്കില്ല നാളെ ഉണ്ടാവുന്നത്, അല്ലേ? ഇന്നത്തെ ആവശ്യമായിരിക്കില്ല നാളെ ഉണ്ടാവുന്നത്. അത് ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങളുടെ ഒരുപാട് ആവശ്യങ്ങൾക്കിടയിൽ നിന്ന് ഒരു ആവശ്യം ഞാൻ ഇങ്ങോട്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം. ഒരു ആപ്പിൾ ഐഫോൺ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഓക്കെ, മൊബൈൽ ഫോൺ വാങ്ങുവാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഡിസയർ ഉണ്ട്. അതുപോലെ ആ മൊബൈൽ ഫോണിന് എത്രയാണോ വില, അതിന്റെ പ്രൈസ് എത്രയാണോ അത് കൊടുക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. ദാറ്റ് ഈസ്, അത് പർച്ചേസ് ചെയ്യാനുള്ള എബിലിറ്റിയും നിങ്ങൾക്കുണ്ട്. അതുപോലെ അതിന്റെ ക്യാഷ്, അതിന്റെ പ്രൈസ് എത്രയാണോ അത് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ സന്നദ്ധനാണ്, വില്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ആ ഐഫോൺ മൊബൈൽ ഫോൺ കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്, ഡിസയർ ഉണ്ട്. അതിന് എത്രയാണോ ക്യാഷ് വരുന്നത് അത് കൊടുക്കാൻ നമ്മൾ റെഡിയാണ്, വില്ലിംഗ് ആണ്. അതുപോലെ അത് പർച്ചേസ് ചെയ്യാനുള്ള കഴിവും എബിലിറ്റിയും നമുക്കുണ്ട്. ദസ് ഡിമാൻഡ് ഈസ് എ ഡിസയർ ഫോർ എ ഗുഡ് ഓർ കൊമോഡിറ്റി ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പർച്ചേസ്. ഒരു സാധനത്തിന് വേണ്ടി വില കൊടുക്കാനുള്ള കഴിവും സന്നദ്ധതയും ഒത്തുചേർന്നുള്ള ആഗ്രഹമാണ് ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഡിസയർ, ഒരു ആവശ്യത്തിനുള്ള ഡിസയർ നിങ്ങൾക്ക് ഉണ്ട്. എബിലിറ്റി, ഓക്കെ, വില്ലിംഗ്നെസ്, ഇത് മൂന്നും കൂടിയതാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ആഗ്രഹവും കഴിവ് സന്നദ്ധത, ഇത് മൂന്നും കൂടിയാൽ മാത്രമേ അത് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന ആവുകയുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് a desire does not create demand. A desire become demand if it is backed by willingness to pay and ability to purchase. ആഗ്രഹം അല്ലെങ്കിൽ ഡിസയർ ഉള്ളത് കൊണ്ട് മാത്രം അതെന്തായിട്ട് മാറില്ല, ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ് ആയിട്ട് മാറില്ല. അതിനെന്ത് വേണം? ഡിസയർ, ആഗ്രഹത്തിന്റെ കൂടെ കഴിവും സന്നദ്ധതയും എബിലിറ്റിയും വില്ലിംഗ്നെസ്സും കൂടെ ഉണ്ടെങ്കിലേ അത് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ?
അപ്പോൾ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. ഇവിടെ നിങ്ങളൊരു വാക്ക് കേട്ടു, പ്രൈസ് ഓഫ് കൊമോഡിറ്റി, സാധനത്തിന്റെ വില. എന്താണ് വില എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഇസ് കോൾഡ് ഇറ്റ്സ് പ്രൈസ്. ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെ മൂല്യം പണരൂപത്തിൽ പറയുന്നതാണ് അതിന്റെ വില. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു കാറ്. ഓക്കെ, കാറിന് 5 ലക്ഷം രൂപയാണ് വില എന്ന് വിചാരിക്കുക. ആ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാറിന്റെ വാല്യൂ, അതിന്റെ മൂല്യം പണരൂപത്തിൽ, ക്യാഷിന്റെ രൂപത്തിൽ പറയുന്നതാണ് അതിന്റെ വില. എന്ന് വെച്ചാൽ 5 ലക്ഷം അത് പണരൂപത്തിലാണ് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് വാല്യൂ ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെ മൂല്യം പണരൂപത്തിൽ പറയുന്നതാണ് അതിന്റെ വില. വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി, ഒരു സാധനത്തിന്റെ ചോദനം. എന്താണ് ഡിമാൻഡ് എന്ന് നമ്മൾ പഠിച്ചു, ചോദനം എന്ന് പഠിച്ചു. ഇനി പഠിക്കേണ്ടത് എന്താണ്? ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി, ഒരു സാധനത്തിനുള്ള ചോദനം. ക്വാണ്ടിറ്റി ഓഫ് എ കൊമോഡിറ്റി വിച്ച് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ഫ്രം മാർക്കറ്റ് ഇൻ എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത വിലയ്ക്ക് ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും വാങ്ങാൻ തയ്യാറായിട്ടുള്ള സാധനത്തിന്റെ അളവിനെയാണ് ഒരു സാധനത്തിന്റെ ചോദനം എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പെൻ, നിങ്ങൾ കമ്പോളത്തിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പേനയാണ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. പേനയുടെ വില 10 രൂപയാണ്, 10 റുപ്പീസ് ആണ്. ഓക്കെ, നിങ്ങൾ 10 രൂപ കൊടുത്ത് ഒരു പേന വാങ്ങുന്നു. അളവ്, ആ ക്വാണ്ടിറ്റി. ഓക്കെ, ആ പേനയുടെ ക്വാണ്ടിറ്റി എത്രയാണ്? 1 എത്രയാണ് പ്രൈസ്? 10 രൂപയാണ്. ഓക്കെ, ഇനി നിങ്ങൾ 20 രൂപ കൊടുക്കുന്നു. 20 രൂപ കൊടുത്ത് നെക്സ്റ്റ് ടൈം നിങ്ങൾ 20 രൂപ കൊടുക്കുന്നു. നിങ്ങൾക്ക് എത്ര പേന കിട്ടും? 2 പേന നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ 20 രൂപ കൊടുത്ത് 2 പേന വാങ്ങി. അപ്പോൾ ആ 2 യൂണിറ്റ് ആണ് അവിടെ അതിന്റെ ഡിമാൻഡ്, ചോദനം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ഒരു ടൈമിൽ നിങ്ങൾ 30 രൂപ കൊടുക്കുന്നു. 30 രൂപയ്ക്ക് 3 പേന നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ആ 3 അളവാണ് അല്ലെങ്കിൽ 3 ആണ് അവിടെ ക്വാണ്ടിറ്റി. അതാണ് ആ സാധനത്തിന്റെ ചോദനം. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഡിമാൻഡ് ക്യാൻ ബി ഡിവൈഡഡ് ഓർ ഡിമാൻഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2: ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. ചോദനത്തെ 2ആയിട്ട് തരംതിരിക്കുന്നു: വ്യക്തിഗത ചോദനമെന്നും കമ്പോള ചോദനമെന്നും. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, എന്താണ് വ്യക്തിഗത ചോദനം? ക്വാണ്ടിറ്റി ഓഫ് എ കൊമോഡിറ്റി which an individual consumer is willing to buy in a given period of time at different prices. ഒരു നിശ്ചിത കാലയളവിൽ വിവിധ വിലകളിൽ ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ അളവിനെയാണ് വ്യക്തിഗത ചോദനമെന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബോർഡിലേക്ക് ശ്രദ്ധിച്ചോളൂ. ഇവിടെ കൊമോഡിറ്റി അല്ലെങ്കിൽ ഗുഡ്, സാധനം ആപ്പിൾ ആണ്. ഓക്കെ, ടേബിൾ കൊടുത്തിട്ടുണ്ട്. 2 കോളങ്ങളാണുള്ളത്. ഒന്നാമത്തെ കോളം പ്രൈസ്, വിലയാണ്. ആപ്പിളിന്റെ ഓരോ വിലകളാണ് കൊടുത്തിട്ടുള്ളത്, ഡിഫറെന്റ് പ്രൈസസ് ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഓരോ വിലയിലും എത്ര ആണ് ആപ്പിൾ വാങ്ങുന്നത്, ആ ആപ്പിളിന്റെ അളവാണ് കൊടുത്തിട്ടുള്ളത്. QDA. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന കൺസ്യൂമർ, ആ ഉപഭോക്താവിനെ എ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ കോളം പ്രൈസ്, വിലയാണ്. രണ്ടാമത്തെ കോളം ആ പ്രൈസിന് വാങ്ങുന്ന അളവ്. ഓക്കെ, ക്വാണ്ടിറ്റി ഡിമാൻഡ്, എ എന്ന കൺസ്യൂമറുടെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രൈസ്, ആദ്യം ആപ്പിളിന് എത്രയായിരുന്നു വില? 10 രൂപയായപ്പോൾ എത്ര അളവ് വാങ്ങിയിരുന്നു അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തിരുന്നു? 100. 20 രൂപയായപ്പോഴോ 90 ആണ് വാങ്ങിയിരുന്നത്. 30 രൂപയായപ്പോൾ 80 എണ്ണമാണ് വാങ്ങിയത്.
40 രൂപയായപ്പോൾ 70 എണ്ണമാണ് വാങ്ങിയത്. 50 രൂപയായപ്പോൾ 60 എണ്ണം. 60 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇൻഡിവിജ്വൽ ഡിമാൻഡ്, വ്യക്തിഗത ചോദനത്തിനെ കാണിക്കുന്ന ഒരു ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്, എന്താണ് കമ്പോള ചോദനം. ക്വാണ്ടിറ്റി ഓഫ് എ കൊമോഡിറ്റി ദാറ്റ് all the individual consumers in the market are willing to buy in a given period of time at different prices. ഒരു നിശ്ചിത കാലയളവിൽ വിവിധ വിലകളിൽ ഒരു കമ്പോളത്തിലെ എല്ലാ ഉപഭോക്താക്കളും കൂടി വാങ്ങുന്ന സാധനത്തിൻ്റെ അളവിനെയാണ് കമ്പോള ചോദനമെന്ന് പറയുന്നത്. That is, it is a horizontal summation of all the individual demand. വ്യക്തിഗത ചോദനത്തിൻ്റെ ആകെ തുകയാണ് കമ്പോള ചോദനം എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ചോളൂ, ഞാനിവിടെ മാർക്കറ്റ് ഡിമാൻഡ്, കമ്പോള ചോദനത്തിനെ കാണിക്കുന്ന ഒരു ടേബിൾ, ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളം എന്താണ്? പ്രൈസ്, ഡിഫറെന്റ് പ്രൈസസ്, വിവിധ വിലകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 3 കൺസ്യൂമേഴ്സ് ആണുള്ളത്, 3 ഉപഭോക്താക്കളാണുള്ളത്, എ ബി സി. ഓക്കെ, ഇവർ 3 പേരുമാണ് കൺസ്യൂമേഴ്സ്. ഓരോ വിലകളിലും ഓരോ കൺസ്യൂമേഴ്സും വാങ്ങുന്ന അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. QD A എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ എ എന്ന കൺസ്യൂമർ വാങ്ങുന്ന അളവാണ്. QD B എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന കൺസ്യൂമർ അല്ലെങ്കിൽ ബി എന്ന ഉപഭോക്താവ് വാങ്ങുന്ന അളവാണ്. QD C എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന കൺസ്യൂമർ, സി എന്ന ഉപഭോക്താവ് വാങ്ങുന്ന അളവാണ്. ഓക്കെ, ഓരോ വിലയിലും വാങ്ങുന്ന അളവുകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിഫറെന്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. എ എന്ന കൺസ്യൂമറുടെ അളവ് കൊടുത്തിട്ടുണ്ട്, ബി എന്ന കൺസ്യൂമർ വാങ്ങുന്ന അളവ് കൊടുത്തിട്ടുണ്ട്, സി എന്ന കൺസ്യൂമർ വാങ്ങുന്ന അളവുകൾ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽ ഡിമാൻഡ്. വ്യക്തിഗത ചോദനത്തിന്റെ ആകെ തുകയാണ് കമ്പോള ചോദനം. ഓക്കെ, ഹൊറിസോണ്ടൽ സമ്മേഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഹൊറിസോണ്ടൽ സമ്മേഷൻ. ദാറ്റ് ഈസ് QDA പ്ലസ് QDB പ്ലസ് QDC. ഓക്കെ, എ എന്ന ഉപഭോക്താവിന്റെ ചോദനം ചെയ്യപ്പെട്ട അളവും ബി എന്ന ഉപഭോക്താവിന്റെ ചോദനം ചെയ്യപ്പെട്ട അളവും സി എന്ന ഉപഭോക്താവിന്റെ ചോദനം ചെയ്യപ്പെട്ട അളവും കൂട്ടിയാൽ കിട്ടുന്നതാണ് കമ്പോള ചോദനം, മാർക്കറ്റ് ഡിമാൻഡ്. ഓക്കെ, ദാറ്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽ ടു QDA പ്ലസ് QDB പ്ലസ് QDC. നമുക്ക് എങ്ങനെ എഴുതാം? ഓരോന്നും ആഡ് ചെയ്യുക. ആദ്യത്തെ പ്രൈസ് എത്രയാ? 10. 10ലെ ഓരോ കൺസ്യൂമറുടെയും ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഓക്കെ, അളവ്, വാങ്ങിയ അളവ് കൂട്ടുക. 5 പ്ലസ് 7 പ്ലസ് 12 എത്രയാണ് കിട്ടുന്നത്? 5 പ്ലസ് 7 പ്ലസ് 12 24. അങ്ങനെ ഓരോ പ്രൈസിലും, പ്രൈസ് 30 ആയപ്പോൾ, പ്രൈസ് 40 ആയപ്പോൾ എന്ത് ചെയ്യണം? ഓരോ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന്റെയും ഡിമാൻഡ് ആഡ് ചെയ്യുക. ഹൊറിസോണ്ടൽ സമ്മേഷൻ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡും, വ്യക്തിഗത ചോദനവും കമ്പോള ചോദനവും നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ചോദനത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഡിമാൻഡ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടേഴ്സ് ദാറ്റ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ചോദനത്തെ നിർണയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒന്നാമത്തെ ഫാക്ടർ, ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ, ഒന്നാമത്തെ ഘടകമാണ് പ്രൈസ് ഓഫ് കൊമോഡിറ്റി, സാധനത്തിൻ്റെ വില. ഒന്നാമത്തെ ഫാക്ടർ, അതിനെ നമുക്ക് പി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. പി, പ്രൈസ് ഓഫ് കൊമോഡിറ്റി, സാധനത്തിൻ്റെ വില. നമുക്കറിയാം, ഒരു സാധനം ഡിമാൻഡ് ചെയ്യുന്നതും
ഡിമാൻഡ് ചെയ്യാതിരിക്കുന്നതും അതിൻ്റെ വില പ്രൈസ് നോക്കിയിട്ടായിരിക്കും ബേസിക്കലി, അല്ലേ? വളരെ സിമ്പിളായ കാര്യമാണ്. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ വരുമാനം. ചോദനത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉപഭോക്താവിൻ്റെ വരുമാനം. The relations between income and demand depends upon nature of goods. വരുമാനവും ചോദനവും തമ്മിലുള്ള ബന്ധം സാധനങ്ങളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. On the basis of income, goods are classified into two. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. നോർമൽ ഗുഡ്സ് സാധാരണ വസ്തുക്കളെന്നും ഇൻഫീരിയർ ഗുഡ്സ് തരം താണ വസ്തുക്കളെന്നും. ഓക്കെ, അപ്പോൾ നോർമൽ ഗുഡ്സ് എന്നും ഇൻഫീരിയർ ഗുഡ്സ് എന്നും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വെൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് ഇൻക്രീസസ്, ഡിമാൻഡ് ഫോർ ദോസ് ഗുഡ്സ് ഇസ് ഓൾസോ ഇൻക്രീസസ്. ആൻഡ് when the income of the consumer is decreases, demand for those goods is also decreases. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ചോദനം വർദ്ധിക്കുകയും ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ ചോദനം കുറയുകയും ചെയ്യുന്ന സാധനങ്ങളാണ് സാധാരണ വസ്തുക്കൾ. എന്താണ്? വരുമാനം ഇൻകം വർദ്ധിച്ചാൽ, ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. ആരോ മാർക്ക് ശ്രദ്ധിക്കണം. ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. ഇൻകം കുറഞ്ഞാലോ ഡിമാൻഡും കുറയും. അത്തരം വസ്തുക്കളാണ് നോർമൽ ഗുഡ്സ് അല്ലെങ്കിൽ സാധാരണ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദാറ്റ് മീൻസ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആൻഡ് ഡിമാൻഡ് ഫോർ ദോസ് ഗുഡ്സ് മൂവ്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഉപഭോക്താവിൻ്റെ വരുമാനവും സാധാരണ വസ്തുക്കൾക്കുള്ള ചോദനവും ഒരേ ദിശയിലാണ് പോകുന്നത്, അല്ലേ? ഒരേ ദിശയിലാണ്. ഒന്ന് കൂടിയാൽ മറ്റത് കൂടുന്നു. ഓക്കെ, therefore there is a positive relation or direct relation between income of the consumer and demand for normal goods. ഉപഭോക്താവിൻ്റെ വരുമാനവും സാധാരണ വസ്തുക്കൾക്കുള്ള ചോദനവും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ നേരിട്ടുള്ള ബന്ധമാണുള്ളത്. അങ്ങനെ നമുക്ക് പറയാം. ശ്രദ്ധിക്കണം, പോസിറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ, നേരിട്ടുള്ള ബന്ധമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? നമുക്ക് എന്തൊക്കെ എക്സാമ്പിളുകൾ പറയാം നോർമൽ ഗുഡ്സ് അല്ലെങ്കിൽ സാധാരണ വസ്തുക്കൾക്ക്? ടി വി, കമ്പ്യൂട്ടർ, ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ, എക്സെട്ര. ഓക്കെ ആണല്ലോ? ടി വി നമുക്ക് എങ്ങനെ പറയാം? ഒരു കൺസ്യൂമറുടെ ഇൻകം. ഓക്കെ, ആൾക്കൊരു ടി വി ആദ്യം ഉണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണെന്ന് വിചാരിക്കുക. ആളുടെ വരുമാനം കൂടി, ഇൻകം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഒഴിവാക്കിയിട്ട് നല്ലൊരു പുതിയ ടി വി വാങ്ങും. ഒരു LCD അല്ലെങ്കിൽ ഒരു LED ടി വി വാങ്ങിക്കുന്നു. ഡിമാൻഡ് കൂടി, അല്ലേ? വരുമാനം കൂടിയപ്പോൾ ഡിമാൻഡ് കൂടി. ഓക്കെ ആണല്ലോ? വരുമാനം കുറഞ്ഞാലോ ഡിമാൻഡ് കുറയും. ഓക്കെ, ആളുടെ കയ്യിൽ വരുമാനമൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യും? ആൾ പുതിയ ടി വി ഒന്നും വാങ്ങണ്ട, പഴയത് തന്നെ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കും, അല്ലേ? ഡിമാൻഡ് കുറയും. ഓക്കെ ആണല്ലോ? എക്സാമ്പിളുകൾ നമുക്ക് വേറെയും ഒരുപാട് ഉണ്ട്. ശ്രദ്ധിച്ചോളൂ. രണ്ടാമത്തെ ഗുഡ് ഏതായിരുന്നു? ഇൻഫീരിയർ ഗുഡ്സ്, തരം താണ വസ്തുക്കൾ. Inferior goods are those goods when the income of the consumer is increases, demand for those goods decreases, and when the income of the consumer is decreases, demand for those goods increases. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ചോദനം കുറയുകയും ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുകയും ചെയ്യുന്ന സാധനങ്ങളാണ് തരം താണ വസ്തുക്കൾ അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ്. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ്, നിങ്ങൾ നോക്കൂ, ഇൻകം വരുമാനം കൂടിയാൽ ഡിമാൻഡ് ചോദനം കുറയുന്നു. ഓക്കെ, അരമാർക്ക് ഒന്ന് മുകളിലോട്ടാണ്,
ഒന്ന് താഴേക്കാണ്. ദാറ്റ് മീൻസ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആൻഡ് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഉപഭോക്താവിന്റെ വരുമാനവും തരം താണ വസ്തുക്കൾക്കുള്ള ചോദനവും തമ്മിൽ വിപരീത ദിശയിലാണ് പോകുന്നത്. അല്ലേ? ഒന്ന് കൂടിയാൽ മറ്റത് കുറയുന്നു. വിപരീത ദിശയിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. Therefore, there is negative relations or indirect relations between income of the consumer and demand for inferior goods. ഉപഭോക്താവിന്റെ വരുമാനവും തരം താണ വസ്തുക്കൾക്കുള്ള ചോദനവും തമ്മിൽ നെഗറ്റീവ് ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ നേരിട്ടല്ലാത്ത ബന്ധമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? അങ്ങനെ നമുക്ക് പറയാം. രണ്ട് ഗുഡ്സ് ശ്രദ്ധിക്കണം, നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. അതുപോലെ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് വൈ, ക്യാപിറ്റൽ ലെറ്റർ വൈ. അപ്പോൾ രണ്ട് ഫാക്ടറുകൾ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും വ്യക്തമാണെന്ന് കരുതുന്നു. ഇൻഫീരിയർ ഗുഡ്സിന് നമുക്ക് എന്തൊക്കെ എക്സാമ്പിളുകൾ കൊടുക്കാൻ സാധിക്കും? ലോ ക്വാളിറ്റി ഫുഡ് ഗ്രെയിൻസ്, ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ, ആൻഡ് ലോ ക്വാളിറ്റി ക്ലോത്ത്സ്, ഗുണനിലവാരം കുറഞ്ഞ വസ്ത്രങ്ങൾ. ഇതൊക്കെയാണ് ഇൻഫീരിയർ ഗുഡ്സ്, തരം താണ വസ്തുക്കൾക്കുള്ള കുറച്ച് എക്സാമ്പിളുകൾ. ഓക്കെ, നെക്സ്റ്റ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കൊമോഡിറ്റി, ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളുടെ വില. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് പ്രൈസ് ആൻഡ് ഡിമാൻഡ് റിലേഷൻസ് ഗുഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. വിലയും ചോദനവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, പ്രതിസ്ഥാപന വസ്തുക്കൾ എന്നും, കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ എന്നും. അപ്പോൾ പ്രൈസിന്റെയും ഡിമാൻഡിന്റെയും അടിസ്ഥാനത്തിൽ, ബേസിൽ ഗുഡ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, സാധനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, പ്രതിസ്ഥാപന വസ്തുക്കൾ എന്നും, കോംപ്ലിമെന്ററി ഗുഡ്സ്, പൂരക വസ്തുക്കൾ എന്നും. ഓക്കെ, ഫസ്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, പ്രതിസ്ഥാപന വസ്തുക്കൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ ഗുഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്ലേസ് ഓഫ് അതർ ഗുഡ് ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഒരു സാധനത്തിന് പകരമായി ഉപയോഗിക്കുന്ന മറ്റൊരു സാധനത്തെയാണ് പ്രതിസ്ഥാപന വസ്തു എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ടീ ആൻഡ് കോഫി, ചായയും കോഫിയും, രണ്ടിൻ്റെയും പർപ്പസ് എന്താണ്? ഒന്നാണ് അല്ലേ? ഉപയോഗം ഒന്നാണ്. ഓക്കെ, ചായക്ക് പകരം വേണമെങ്കിൽ കോഫി ഉപയോഗിക്കാം, കോഫിക്ക് പകരമോ ചായയും ഉപയോഗിക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. പെൻ ആൻഡ് പെൻസിൽ, പേനയും പെൻസിലും, രണ്ടിൻ്റെയും ഉപയോഗം, പർപ്പസ് എന്താണ്? ഫോർ റൈറ്റിംഗ്, എഴുതാൻ വേണ്ടിയിട്ടാണ്. പേനയ്ക്ക് പകരം വേണമെങ്കിൽ പെൻസിൽ ഉപയോഗിക്കാം, പെൻസിലിന് പകരം പേനയും ഉപയോഗിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. കോക്കനട്ട് ഓയിൽ ആൻഡ് പാം ഓയിൽ, രണ്ടിൻ്റെയും പർപ്പസ് എന്താണ്? സെയിം ആണ്, കുക്കിംഗ് പർപ്പസ് അല്ലെ, പാചകത്തിന് വേണ്ടിയിട്ടാണ്. കോക്കനട്ട് ഓയിലിന് പകരം പാം ഓയിൽ ഉപയോഗിക്കാം, നേരെ തിരിച്ചും ഉപയോഗിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ഓക്കെ ആണല്ലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു സാധനത്തിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു സാധനം, എ ഗുഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്ലേസ് ഓഫ് അതർ ഗുഡ്. ഓക്കെ ആണല്ലോ? ഇൻ ദി കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, പ്രൈസ് ഓഫ് എക്സ് കൊമോഡിറ്റി increases, demand for y commodity increases. സാധനം എക്സിന്റെ വില വർദ്ധിച്ചാൽ സാധനം വൈയുടെ ഡിമാൻഡ്, ചോദനം വർദ്ധിക്കുന്നു. അതെങ്ങനെയാണ്? നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ടീ ആൻഡ് കോഫി, ചായയും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമുക്ക് അറിയാം അല്ലേ? ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും, എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോവാണ്.
റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ അവിടെ ടീയുടെയും അതുപോലെ കോഫിയുടെയും പ്രൈസ് ലിസ്റ്റ് നോക്കി. ചായക്ക് 10 രൂപയാണ്. ചായക്ക് 10 രൂപയാണ്. കോഫിക്ക് 15 രൂപയാണ്. ഓക്കെ, ചായക്ക് 10 രൂപയും കോഫിക്ക് 15 രൂപയാണ്. ഓക്കെ, രണ്ടിൻ്റെയും പർപ്പസ് എന്താണ്? ഒന്നാണല്ലേ. ടീയുടെയും കോഫിയുടെയും പർപ്പസ് ഒന്നാണ്, കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ചായക്ക് വില കുറവാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ചായ കുടിക്കുന്നു. എനിക്ക് ചായയാണ് ഇഷ്ടം, ചായ കുടിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു സമയത്ത് മറ്റൊരിക്കൽ, ഓക്കെ, ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അതേ റെസ്റ്റോറൻറ്റിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും വീണ്ടും ചെന്നു, ചായ കുടിക്കാൻ വേണ്ടി ചെന്നു. അപ്പോഴാണ് ചായയുടെ വില 10-ൽ നിന്ന് എന്തായിട്ട് മാറിയിട്ടുണ്ട്? 20 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ചായയുടെ വില 10 രൂപയിൽ നിന്ന് 20 രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കോഫിയുടെ വിലയ്ക്കോ മാറ്റമില്ല, 15 രൂപ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? കോഫി ആയിരിക്കും അല്ലേ? കാരണം ചായയുടെ വില കൂടി, കോഫിയുടെ വിലയോ അപ്പോൾ കുറവാണ്. കാരണം രണ്ടിൻ്റെയും പർപ്പസ് എന്താണ്? ഉപയോഗം എന്താണ്? കുടിക്കാനാണല്ലേ. രണ്ടിൻ്റെയും ഉപയോഗം ഒന്നാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില വർദ്ധിച്ചാൽ, പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ, മറ്റ് സാധനത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് നോക്കിക്കേ. വെൻ പ്രൈസ് ഓഫ് എക്സ് കൊമോഡിറ്റി, സാധനം എക്സിന്റെ വില വർദ്ധിച്ചാൽ, സാധനം എക്സ് ടി ആയിട്ട് എടുക്കുക, ടിയുടെ വില വർദ്ധിച്ചാൽ ഡിമാൻഡ് ഫോർ വൈ കൊമോഡിറ്റി ഇൻക്രീസസ്, വൈ കൊമോഡിറ്റി കോഫി ആയിട്ട് എടുക്കുക. അപ്പോൾ ചായയുടെ വില വർദ്ധിച്ചാൽ കോഫിയുടെ ഡിമാൻഡ്, ചോദനം വർദ്ധിക്കും അല്ലേ. ചായയുടെ വില കൂടിയാൽ ചായ ഒഴിവാക്കി ഞാൻ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വെൻ പ്രൈസ് ഓഫ് ടീ ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ കോഫി ഇൻക്രീസസ്. ചായയുടെ വില വർദ്ധിച്ചാൽ കോഫിയുടെ ചോദനം വർദ്ധിക്കുന്നു. ദാറ്റ് ഈസ് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് മൂവ്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ. വിലയും പ്രതിസ്ഥാപന വസ്തുക്കളുടെ ചോദനവും ഒരേ ദിശയിലാണ് പോകുന്നത്. ഒരേ ദിശയിലാണ് അല്ലേ. വില കൂടിയാൽ പ്രതിസ്ഥാപന വസ്തുക്കൾക്കുള്ള ഡിമാൻഡ്, ചോദനം കൂടുന്നു. ആരോ മാർക്ക് ശ്രദ്ധിക്കണം. വില കൂടിയാൽ ചോദനം കൂടുന്നു. വില കുറഞ്ഞാലോ? വില കുറഞ്ഞാൽ ചോദനവും കുറയും. നോക്കൂ, ചായയുടെ വില 10-ൽ നിന്ന് 5 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക. 5 ആയിട്ട് കുറഞ്ഞു. കോഫിയുടെ വില അത് തന്നെയാണ്. ഓക്കെ, കോഫിയുടെ വില 15 തന്നെയാണ്. ഇനി ആൾ കോഫി എടുക്കുവോ? തിരഞ്ഞെടുക്കുവോ? ഇല്ല. ചായക്കാണ് ഏറ്റവും വില കുറവ്. അപ്പോൾ എന്താണ്? കോഫിയുടെ ഡിമാൻഡ് കുറയും. കോഫി ആരും കുടിക്കില്ല, എല്ലാവരും ചായ തന്നെ കുടിക്കും. ദാറ്റ് ഈസ് പ്രൈസ് കുറഞ്ഞാൽ പ്രതിസ്ഥാപന വസ്തുക്കൾക്കുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിനുള്ള ഡിമാൻഡ്, ചോദനം കുറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് മൂവ്സ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഒരേ ദിശയിലാണ് പോകുന്നത്. അത് നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻ ഓർ ഡയറക്റ്റ് റിലേഷൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. വിലയും പ്രതിസ്ഥാപന വസ്തുക്കളുടെ ചോദനവും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ ഒരേ ദിശയിലുള്ള നേരിട്ടുള്ള ബന്ധമാണുള്ളത്. ഡയറക്റ്റ് റിലേഷൻ ആണ്. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായ കാര്യമാണ്. നെക്സ്റ്റ്, കോംപ്ലിമെന്ററി ഗുഡ്സ്. പൂരക വസ്തുക്കൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗദർ ആർ കോൾഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഒരു ആവശ്യം തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഒന്നിലധികം സാധനങ്ങൾ ആവശ്യമെങ്കിൽ അത്തരം വസ്തുക്കളെയാണ് പൂരക വസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. കാർ, പെട്രോൾ. കാർ ഒരു ഗുഡാണ്, ഒരു സാധനമാണ്. പെട്രോള് മറ്റൊരു ഗുഡാണ്, മറ്റൊരു സാധനമാണ് അല്ലേ. കാർ ഉള്ളതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? പെട്രോൾ ആവശ്യമല്ലേ. ഇനി പെട്രോൾ മാത്രം ഉള്ളതുകൊണ്ട് കാര്യമുണ്ടോ? കാറും വേണ്ടേ?
ഓക്കെ, ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? കാറ് ഓടിക്കാൻ ആ ആവശ്യം നിറവേറുന്നതിന് മറ്റൊരു സാധനം കൂടെ നമുക്ക് ആവശ്യമുണ്ട്, പെട്രോൾ കൂടെ ആവശ്യമുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗെദർ. ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഒന്നിലധികം സാധനങ്ങൾ ആവശ്യമെങ്കിൽ അത്തരം സാധനങ്ങളെയാണ് പൂരക വസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാറിന്റെ കൂടെ പെട്രോൾ വേണം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. പെൻ, ഇങ്ക്. പേനയുടെ കൂടെ മഷി വേണം. പേന ഒരു ഗുഡാണ്, മഷി ഇങ്ക് മറ്റൊരു ഗുഡാണ്. രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നത് അല്ലേ? ഇതുള്ളതുകൊണ്ട് മാത്രം കാര്യമല്ല, ഇതുകൂടെ വേണം. ഇതുള്ളതുകൊണ്ട് മാത്രം കാര്യമല്ല, ഇതുകൂടെ വേണം. ഓക്കെ ആണല്ലോ. അടുത്തത് ബ്രെഡ് ആൻഡ് ജാം. ഓക്കെ, ബ്രെഡും ജാമും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഒന്നിലധികം സാധനങ്ങൾ വേണം. ബ്രെഡിന്റെ കൂടെ ജാം ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഷൂസ് ആൻഡ് സോക്സ്. ഷൂവിന്റെ കൂടെ നമ്മൾ അതേസമയം തന്നെ സോക്സും എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു അല്ലെ, കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയാണ് കോംപ്ലിമെന്ററി ഗുഡ്സിനുള്ള എക്സാമ്പിളുകൾ. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇൻ ദി കേസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ്, പ്രൈസ് ഓഫ് X commodity increases, demand for Y commodity decreases, and price of X commodity decreases, demand for Y commodity increases. ഇവിടെ കാണാം, പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഫോർ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പ്രൈസ് കുറഞ്ഞാലോ ഡിമാൻഡ് ഫോർ കോംപ്ലിമെന്ററി ഗുഡ്സ് ഇൻക്രീസ്. പൂരക വസ്തുക്കൾക്കുള്ള ചോദനം വർദ്ധിക്കും. എക്സാമ്പിളിലേക്ക് നോക്കിക്കോളൂ. കാറിന്റെ വില വർദ്ധിക്കുന്നു, പ്രൈസ് കൂടുന്നു, കാറിന്റെ വില വർദ്ധിക്കുന്നു. കാറിന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പെട്രോളിനുള്ള ഡിമാൻഡ് കുറയും അല്ലെ? പെട്രോളിനുള്ള ഡിമാൻഡ് കുറയും. എന്തുകൊണ്ടാണ്? കാറ് കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ ചില ആളുകൾ തയ്യാറാവില്ല അല്ലെ? വലിയ വിലയൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങാൻ തയ്യാറാവില്ല. ഓക്കെ, എന്ന് വെച്ചാൽ കാറ് വാങ്ങുന്ന അളവ് കുറയും. കാറ് വാങ്ങുന്ന അളവ് കുറഞ്ഞാൽ പെട്രോളിൽ എന്തുണ്ടാവില്ല, വിൽപ്പന ഉണ്ടാവോ? വണ്ടികളില്ലെങ്കിൽ പെട്രോൾ ചെലവാവോ? ഇല്ല, പെട്രോളിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് എക്സ് കൊമോഡിറ്റി. ഇവിടെ എക്സ് കൊമോഡിറ്റി കാറാണെന്ന് വിചാരിക്കുക. കാറിന്റെ വില കൂടിയാൽ വൈ കൊമോഡിറ്റിയുടെ ഡിമാൻഡ് കുറയും. വൈ കൊമോഡിറ്റി പെട്രോൾ ആണെന്ന് വിചാരിക്കുക, പെട്രോളിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ ആണല്ലോ. കാറിന്റെ വില കൂടിയാൽ പെട്രോളിന്റെ ഡിമാൻഡ് കുറയുന്നു. കോൺസെപ്റ്റ് ഓക്കെ ആണോ? ആരോ മാർക്ക് ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. ഇനി പെൻ ആൻഡ് ഇങ്ക് എടുത്തു നോക്കൂ നിങ്ങൾ. പേനയുടെ വില കൂടിയാൽ ആരും പേന വാങ്ങില്ല. പേന വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഇങ്കിന് കാര്യമുണ്ടോ? അതിന്റെ ഡിമാൻഡ് കുറയും. പേന ആരും വാങ്ങുന്നില്ല. ഓക്കെ, അപ്പൊ മഷി ആരെങ്കിലും വാങ്ങുമോ? ഇല്ല, അതിന്റെ ഡിമാൻഡ് കുറയും അല്ലെ? പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം കുറയും. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. നേരെ ഓപ്പോസിറ്റ് നോക്കൂ നിങ്ങൾ. പ്രൈസ് കുറഞ്ഞു, കാറിന്റെ വില കുറഞ്ഞാൽ എല്ലാവരും കാറ് വാങ്ങിക്കും അല്ലെ? കുറച്ച് വിലയ്ക്ക് കാറ് കിട്ടുന്നുണ്ട്, എല്ലാവരും കാറ് വാങ്ങിക്കും. കാറ് വാങ്ങിക്കുമ്പോൾ പെട്രോളിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. സിമ്പിൾ ആണ് അല്ലെ? കാറിന്റെ വില കുറഞ്ഞാൽ എല്ലാവരും കാറ് വാങ്ങിക്കും, അപ്പോൾ പെട്രോളിന്റെ ഡിമാൻഡ് വർദ്ധിക്കും. സിമ്പിൾ ആണല്ലോ. ഓക്കെ. ഇൻ ദി കേസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ്, പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ കോംപ്ലിമെന്ററി ഗുഡ്സ് മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, വിലയും പൂരക വസ്തുക്കൾക്കുള്ള ചോദനവും വിപരീത ദിശയിലാണ് പോകുന്നത് അല്ലെ? ഇവിടെ വില കൂടിയാൽ പൂരക വസ്തുവിനുള്ള അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സിനുള്ള ഡിമാൻഡ് കുറയുന്നു. വില കുറഞ്ഞാലോ ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് there is a negative relation or indirect relation between price and demand for complementary goods. അതായത് വിലയും പൂരക വസ്തുക്കൾക്കുള്ള ചോദനവും തമ്മിൽ വിപരീത ദിശയിലാണ് പോകുന്നത് അല്ലെങ്കിൽ
നെഗറ്റീവ് ബന്ധം, നേരിട്ടല്ലാത്ത ബന്ധമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ, നെഗറ്റീവ് റിലേഷൻ. ആ പേര് ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയൊരു ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾ അത് രസകരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണ്. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്, 3 ഘടകങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? പ്രൈസ് ഓഫ് കൊമോഡിറ്റി, സാധനത്തിന്റെ വില, പി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം, വൈ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. മൂന്നാമത് പ്രൈസ് ഓഫ് റിലേറ്റഡ് കൊമോഡിറ്റി, ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളുടെ വില, അതിനെ പി ആർ എന്നാണ് സൂചിപ്പിക്കുന്നത്. പി ആൻഡ് സ്മോൾ ലെറ്റർ ആർ, പി ആർ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഉപഭോക്താവിന്റെ താല്പര്യങ്ങളും അഭിരുചിയും, അതിനെ ടി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓരോ കൺസ്യൂമർക്കും എന്തുണ്ടായിരിക്കും? ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ടായിരിക്കും, ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അതും ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ ആണല്ലോ, നിങ്ങൾ പേര് പഠിക്കുക. അടുത്ത ഒരു ഫാക്ടറാണ് റിലീജിയസ് ഫാക്ടർ, മതപരമായ ഘടകങ്ങൾ. ഓക്കെ, ചില റിലീജിയസ് ഫെസ്റ്റിവൽസ് സമയത്ത് ചില പ്രൊഡക്റ്റിന് എന്തായിരിക്കും? ഡിമാൻഡ് കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും അല്ലെ? റിലീജിയസ് ഫാക്ടേഴ്സ്, മതപരമായ ഘടകങ്ങൾ. ഓക്കെ, പോയിന്റുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ആറാമത്തത് എന്താണ്? ക്ലൈമറ്റ് കണ്ടീഷൻ, കാലാവസ്ഥാ വ്യതിയാനം. അതും ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് അല്ലേ? ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകമാണ്. എങ്ങനെയാണ്? മഴക്കാലത്ത് എന്താണ്? കുട അല്ലെ, അംബ്രല. അതിന് ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും അല്ലേ? അതൊരു ക്ലൈമറ്റ് കണ്ടീഷനാണ്, കാലാവസ്ഥ വ്യതിയാനമാണ് അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ ക്ലൈമറ്റ് കണ്ടീഷൻസ്. നെക്സ്റ്റ് ആണ് സീസണൽ ഫാക്ടേഴ്സ്. എന്ന് വെച്ചാൽ എന്താണ്? ചില പ്രൊഡക്റ്റിന് ഓരോ സീസണിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഡിമാൻഡ് കൂടുന്നതും ഡിമാൻഡ് കുറയുന്നതും. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് അല്ലെ, ചില ഫ്രൂട്ട്സിനൊക്കെ ചില സമയങ്ങളിൽ, ചില സീസണുകളിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും, ചില സമയങ്ങളിൽ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടറാണ് ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക്. ചിലപ്പോൾ ബാങ്കിൽ നിന്നും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെ? പലിശ നിരക്ക് വളരെ കൂടുതലാണെങ്കിൽ, ലോണിന്റെ പലിശ നിരക്ക് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ ലോൺ എടുക്കുമോ? ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമോ? ഇല്ല. അപ്പോൾ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് കുറയും അല്ലെ? ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പോൾ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക്. പോയിന്റ്സുകൾ മാത്രം എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക കേട്ടോ. അവസാനത്തെ ഫാക്ടറാണ് മണി സപ്ലൈ, പണപ്രദാനം. നിങ്ങൾ പേര് ഓർത്തു വെക്കുക. നമുക്കിവിടെ ഒരു ചാപ്റ്ററിൽ തന്നെ ഈ ഒരു ടേം പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു 9 ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 ഫാക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടത് വിത്ത് എക്സ്പ്ലനേഷൻ. ഓക്കെ ആണല്ലോ? ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയിന്റുകൾ മാത്രം എഴുതി വെക്കുക. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിമാൻഡ് ഫംഗ്ഷൻ, ചോദന ധർമ്മം. ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. ഡിമാൻഡ് ഫംഗ്ഷൻ ഷോസ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് വേരിയസ് ഡിറ്റർമിനൻസ്. ചോദനവും ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറയുന്നതാണ് ചോദന ധർമ്മം. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് QD ഈക്വൽ ടു F ഓഫ് P, Y, PR, T, എക്സെട്ര. QD എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി ഡിമാൻഡ്, ചോദനം ചെയ്യപ്പെട്ട അളവ്. F എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ. P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് കൊമോഡിറ്റി, സാധനത്തിന്റെ വില, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് P. Y എന്താണ്? ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം, അതിനെ സൂചിപ്പിക്കുന്നതാണ് Y. PR എന്താണ്? പ്രൈസ് ഓഫ് റിലേറ്റഡ് കൊമോഡിറ്റി, ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളുടെ വില. ഓക്കെ. T എന്താണ്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ
താല്പര്യങ്ങളും അഭിരുചിയും, അതാണ് ടി. എക്സെട്ര. ഇനിയുണ്ട് ഒരുപാട് ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, 4 ഫാക്ടേഴ്സ് മാത്രമല്ല, ഇനിയുണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ചോദനത്തെ നിർണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? QD ഈക്വൽ ടു എഫ് ഓഫ് പി വൈ പി ആർ ടി എക്സെട്ര എന്ന് വെച്ചാൽ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, തമ്മിൽ ബന്ധമുണ്ട്, റിലേഷൻ ഉണ്ട്. QDയും ഇവിടെയുള്ള കാര്യങ്ങളും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്, റിലേഷൻ ഉണ്ട്. അതിനെ പറയുന്നതാണ് ചോദന ധർമ്മം അല്ലെങ്കിൽ ഡിമാൻഡ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇന്നെടുത്ത ഭാഗങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.